മലപ്പുറം മങ്കട ചേരിയമലയിൽ ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. ഏത് സമയവും പൊട്ടിവീഴാറായ കൂറ്റൻ പാറക്കെട്ടിനടിയിൽ ആധിപൂണ്ടാണ് ഇവർ കഴിയുന്നത്. ഓരോ വോട്ടുകാലത്തും രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാന പെരുമഴയിൽ പ്രതീക്ഷ ഊന്നിയാണ് ഇവരുടെ ജീവിതം. മലപ്പുറം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മങ്കടയിൽ നിന്നും കൂട്ടിൽ എന്ന സ്ഥലത്തെത്തി ചേരിയൻ മലയിലേക്ക് 1.5 കിലോമീറ്റർ നടന്നെത്തുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യത്തെ പോലും നാണം കെടുത്തുന്ന ഈ കാഴ്ചക്ക് അവസരം ലഭിക്കുക. 5ഓളം കുടുംബങ്ങളിലായി 12 പേർ പാറക്കെട്ടിനടിയിലെ മണ്ണ് തുരന്ന് അവിടെ അന്തിയുറങ്ങുന്നു. 4 മക്കളുള്ള സോമനും മീനാക്ഷിയും 3 മക്കളെ പോറ്റി സുന്ദരനും മിനിയും ഞങ്ങളെത്തുമ്പോൾ പാറമടയിലുണ്ട്. ഇതിൽ സോമൻ TB രോഗത്തിനുടമയാണ്. മലകളിൽ കൂലിവേല ചെയ്ത് ഉപജീവനം കണ്ടെത്തിയിരുന്ന സോമന് അസുഖമായതോടെ പട്ടിണിയും കൂട്ടിനെത്തി. പക്ഷേ കാട്ടുകിഴങ്ങ് പറിച്ചും തേനെടുത്ത് വിറ്റും കുട്ടികളുടെ വിശപ്പകറ്റാൻ മീനാക്ഷി ഉറച്ചു. അങ്ങനെ ഒരുവിധം കഴിഞ്ഞു പോകുന്നു ഈ പ്രാകൃത മനുഷ്യരുടെ ജീവിതം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒന്നുറപ്പായിരുന്നു, ഇവർ നമ്മുടെ പൗരന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞു. വോട്ടുകാർ നാട്ടിലിറക്കി ഇവർക്ക് ജനാധിപത്യാവകാശത്തിന്റെ ഈ ഉപഹാരം നൽകി. ഇതിനു പകരമായി ഇവർ വർഷാവർഷം വോട്ട് കുത്താൻ നേരത്തെ ക്യൂവിലെത്തണം. ഞങ്ങൾ ആദ്യമൊക്കെ വോട്ടുണ്ടായിരുന്നു, ഇവിടെ വോട്ട് പറയല്ലോ, അപ്പൊ ഞങ്ങൾ പോയി ചെയ്തിരുന്നു. വന്നാൽ ഞങ്ങൾ കൊടുക്കും വോട്ട്. ഇനി പോരണം വരാനുണ്ട് കേന്ദ്രത്തിലേക്കുള്ളത്. അതിപ്പോ വരുമ്പോ ഇതുപോലെ എല്ലാ കേസുകളും അവർ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. തിരിച്ചറിയൽ കാർഡിൽ വീട്ടു നമ്പർ ചേർക്കേണ്ട നിയമം എങ്ങനെ നടപ്പാക്കിയെന്നൊന്നും ഇവർക്കറിയില്ല. തല ചായ്ക്കാനൊരു കൂര തേടി പലയിടത്തും കേറിമടുത്തു ഈ കുടുംബങ്ങൾ. പക്ഷേ ഇവർക്കറിയാത്ത കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചറിയൽ കാർഡ് നൽകിയവർ തന്നെ ഇവരെ തിരിച്ചയച്ചു. കാരണമാരാഞ്ഞപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: തിരിഞ്ഞു നോക്കൂലെന്ന് പറഞ്ഞാൽ അവരവരുടേതായ പാടായി കാര്യങ്ങളായി. ഇപ്പൊ നമ്മളെക്കാളും വലിയ വലിയ കാര്യങ്ങളല്ലേ ഓല് പിന്നെ ചർച്ച ചെയ്യില്ലേ. അപ്പൊ പിന്നെ നമ്മളെ ഗവനിക്കാൻ സമയമുണ്ടോ? പൊതുസമൂഹത്തിന്റെ കാഴ്ചകൾക്ക് അന്യമായ ഇവരുടെ ജീവിതം തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലപ്പെട്ടതാണെന്നതാണ് ഇവരിലൂടെ ബോധ്യമാവുന്നത്. പാറമടയിൽ ശിലാമനുഷ്യരെ പോലെ ജീവിക്കുന്ന ഈ കുടുംബങ്ങൾ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരല്ല. എന്നാൽ നമ്മുടെ ജനാധിപത്യം ഇവരുടെ വോട്ടിന്റെ മൂല്യം തിരിച്ചറിയുന്നു. ഈ തിരഞ്ഞെടുപ്പിലും ഇവർ ഇന്ത്യയുടെ പൗരന്മാരായി അംഗീകരിക്കപ്പെടും. ബാലറ്റ് പെട്ടിയിൽ അധികാരികളുടെ അരക്കി വീഴുന്നതോടെ ഇവർ വീണ്ടും നമ്മുടെ ജനാധിപത്യത്തിന് അന്യമാകും. വർഷങ്ങളായുള്ള ആവർത്തനങ്ങളാണിത്. മങ്കടയിലെ പാറമടയിൽ നിന്നും ക്യാമറമാൻ മുരളി കോടൂരിനൊപ്പം മുഹമ്മദ് അലി വലിയാട്, ജീവൻ ന്യൂസ്.